ഹലോ എവരി വൺ, വെൽക്കം ടു പോർട്ട്ഫോളിയോസ്. പോർട്ട്ഫോളിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ETF എന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനെ കുറിച്ചാണ്. സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്, ETF, ഇൻഡെക്സ് ഫണ്ട് ഇങ്ങനെ പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നിലവിൽ അവൈലബിൾ ആണ്. ഇതിൽ ETF-നെ വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു സിംഗിൾ കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ്, ഫണ്ടമെൻ്റൽസ്, ടെക്നിക്കൽസ്, ആ കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ്, ഫ്യൂച്ചർ പ്ലാൻസ്, മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി സെലക്ട് ചെയ്യുക. ഇനി മ്യൂച്വൽ ഫണ്ട് കേസ് പറയുകയാണെങ്കിൽ ഈ ഒരു റിസർച്ച് നമുക്ക് അവിടെ വരുന്നില്ല. കാരണം നമ്മളൊരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീനെ അപ്രോച്ച് ചെയ്ത് അവിടുത്തെ ഒരു ഫണ്ട് ഹൗസ് അല്ലെങ്കിൽ ഫണ്ട് മാനേജർ വഴിയാണ് നമ്മൾ നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ETF-നെ പറ്റി നോക്കാം. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, അതാണ് ETF-ൻ്റെ ഫുൾ ഫോം. ETF-ലേക്ക് വരുമ്പോൾ അത് മ്യൂച്വൽ ഫണ്ടിന് സിമിലർ ആണ്, പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണത്? അത് സ്റ്റോക്സ് പോലെ നമുക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ അല്ല. ഇനി ETF ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മെയിൻലി ഗോൾഡ് ETF, ഇക്വിറ്റി ETF, ഡെപ്റ്റ് ETF, ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉള്ള ETF, ഇതൊക്കെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇക്വിറ്റി ETF നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നിഫ്റ്റി ബീസ്, IT ബീസ്, ബാങ്ക് ബീസ്, CPSE ETF, ഇങ്ങനെ കുറേ ETFകൾ അവൈലബിൾ ആണ്. ഉദാഹരണമായി നിങ്ങൾ നിഫ്റ്റി ബീസിൻ്റെ ഒരു ETF ആണ് വാങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ നിഫ്റ്റി 50 കമ്പനീസിൻ്റെ ഒരു യൂണിറ്റിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണോ, പക്ഷേ നിങ്ങൾക്ക് ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയുള്ളവർക്കായിട്ട് ഗോൾഡിൻ്റെ ETF-ഉം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ലോ റിസ്ക് കാറ്റഗറിയിലുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്റ്റ് ETFകളും കൂടാതെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എക്സ്പോഷർ ഉള്ള ETF-കളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി ETF-ന് മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് എഫക്റ്റീവ്. എന്തുകൊണ്ടാണ് ETF കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ട് അവിടെ മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ കാണും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നതിനായിട്ട് അവരൊരു സർവീസ് ചാർജ് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇതിനെയാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ചില മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ 2% വരെ ഈ ഒരു എക്സ്പെൻസ് റേഷ്യോ ചാർജ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനെ അപേക്ഷിച്ച് ETF-കൾക്ക് എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്. 0.05% തൊട്ട് എക്സ്പെൻസ് റേഷ്യോ ഉള്ള ETF-കൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ നമ്മൾ ഹോൾഡിങ്സിലുള്ള സ്റ്റോക്സുകൾ സെല് ചെയ്ത് കളയുമ്പോൾ ഉള്ള DP ചാർജസ് പോലെയുള്ള ചാർജസ് ETF-കൾക്ക് ബാധകമാണ്. അടുത്തതായി ഡൈവേഴ്സിഫിക്കേഷൻ. ഇക്വിറ്റി ETF-ൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. പല സെക്ടേഴ്സിലും പല കമ്പനീസിലുമായിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതും ETF-ൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ ഈ ETF-നെ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും സ്റ്റോക്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റിസ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ETF-കൾക്കൊക്കെ സ്റ്റോക്സിനേക്കാൾ റിസ്ക് കുറവാണെന്ന് കാണാൻ സാധിക്കും. കാരണം അത് ഡൈവേഴ്സിഫൈഡ് ആണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിനുള്ള എല്ലാ റിസ്ക്കും ETF-കൾക്കും ബാധകമാണ്. നെക്സ്റ്റ്, റിട്ടേണിൻ്റെ കേസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞു പോയ വർഷങ്ങളിലൊക്കെ നിഫ്റ്റിയേക്കാൾ കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ETF-കളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ്, NAV-യുടെ കേസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ബൈ അല്ലെങ്കിൽ സെല് ചെയ്യുമ്പോൾ നിങ്ങളുടെ NAV കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ എൻഡ് ഓഫ് ദ ഡേ വാല്യൂ വെച്ചിട്ടായിരിക്കും. അതേസമയം ETF-ൻ്റെ കേസിൽ നിങ്ങൾക്ക് മാർക്കറ്റ് അവേഴ്സിൽ എപ്പോൾ വേണമെങ്കിലും ബൈ ചെയ്യാനും സെല് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ്, ട്രേഡിംഗ് എബിലിറ്റി. മ്യൂച്വൽ ഫണ്ട് കേസിൽ ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. എന്നാൽ ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവേഴ്സിൽ നമുക്കത് ബൈ ചെയ്യാനും സെല് ചെയ്യാനും സാധിക്കും. ഇതൊക്കെയാണ് ETF-നെ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും സ്റ്റോക്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇതിൽ നിന്നും ETF-കളെ കുറിച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ETF-കളെ കുറിച്ചും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.